ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്റെ കരിയറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ ഇത് ചെയ്തെന്ന് മാത്രം പറയരുത്. എനിക്കത് കേട്ട് മടുത്ത്. മഹിമ ഈ വഴിക്കായിരിക്കും രക്ഷപ്പെട്ടത്. ഇവിടെ ആവുമ്പോ ക്യാമറയൊന്നുമില്ലല്ലോ. അവള് രക്ഷപ്പെടുമ്പോ താൻ എവിടെ ആയിരുന്നോ? ഞാൻ പുറത്തുതന്നെ ഉണ്ടായിരുന്നു മാഡം. എന്നിട്ട് എന്താ താൻ മഹിമയെ കാണാതിരുന്നത്? അത് മാഡം ഒന്ന് പറയടോ. ആ സമയത്ത് കോറിഡോറിൽ ഒരു വഴക്ക് നടന്നു. ഒരുത്തൻ ഡോക്ടറുമായി പ്രശ്നം ഉണ്ടാക്കായിരുന്നു. അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഞാനൊരു 2 മിനിറ്റ് മാറി നിന്നു. ആ ഗ്യാപ്പിലാണ് മാഡം ഇതെല്ലാം സംഭവിച്ചത്. ബാക്കി സമയം മുഴുവനും ഞാൻ ആ പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. തനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ തന്റെ മുമ്പിൽ എത്ര വലിയ പ്രശ്നം നടന്നാലും തന്റെ പൊസിഷൻ വിട്ടു പോരുതെന്ന് തനിക്ക് അറിഞ്ഞൂടെ? അറിയാം മാഡം. ഒറ്റയ്ക്കായ ഒരു ഡോക്ടറെ അയാളെ തല്ലുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. പിന്നെ അകത്ത് മാഡം ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് തന്റെ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. നമ്മൾ എല്ലാവരെയും പറ്റിച്ച് CCTVയിൽ പെടാതെ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എത്തിയോ? ഇനി ഡ്യൂട്ടി ചെയ്യാൻ മാഡത്തിന് കുറച്ച് സമയം ഉണ്ടാവോ? അനിത ഇപ്പോഴേ മേലുദ്യോഗസ്ഥരെ വിളിച്ച് മഞ്ജു മഹിമയെ രക്ഷിക്കാൻ വഴി ഒരുക്കി കൊടുത്തതാണെന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുക. അവളോട് ചൂടാവുന്ന അവിടെ നിൽക്കട്ടെ. തനിക്കിതിൽ ഒരു പങ്കുമില്ലെന്ന് അന്വേഷണ കമ്മിറ്റിയെ എങ്ങനെ ബോധിപ്പിക്കുന്നു താൻ ചിന്തിക്കും. മാഡം എന്നെ സംശയിക്കുവാണോ? രണ്ടാമത് യൂണിഫോം ഇട്ടപ്പോ താൻ തന്നെയല്ലേ പറഞ്ഞത് താൻ മുൻഗണന കൊടുക്കാൻ പോകുന്ന തന്റെ കുടുംബത്തിനാണെന്ന്? മഹിമ പിന്നെ തന്റെ കുടുംബമാണല്ലോ. മാഡം, എനിക്കിതിൽ ഒരു പങ്കുമില്ല. പീതാംബരന്റെ കൊലപാതകത്തിൽ മഹിമയ്ക്കൊരു പങ്കുമില്ലെന്ന് ഞാൻ തെളിയിച്ചതല്ലേ. അങ്ങനെ ഇരിക്കെ മഹിമയുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പറയൂ? അവൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടിയുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇത് അവൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനോ? ഇവിടെ നിന്ന് മഹിമയ്ക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അവളെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ല, മഞ്ജു എന്തിനാ ജയിലിലേക്ക് പോയത്? മഹിമയെ തല്ലിയ അക്കമ്മയെ കാണാൻ. എന്തിന്? പ്രതികാരം ചെയ്യാനോ? എന്നിട്ട് അവരെ തല്ലോ മറ്റോ ചെയ്തോ? ഇല്ല മാഡം. ഓ ഭാഗ്യം. ഇനി ജയിലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതും കൂടെ താങ്ങാൻ എനിക്ക് വയ്യ. ഇത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ തോൽവിയായിട്ടാ മീഡിയയും മേലുദ്യോഗസ്ഥരും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മഹിമയെ നമ്മൾ കണ്ടുപിടിക്കണം. മഞ്ജു, തനിക്ക് അവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാലോ. അവള് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അവള് വിളിക്കാൻ സാധ്യതയുള്ള കൂട്ടുകാർ, എല്ലാവരുടെയും ഒരു ലിസ്റ്റ് എടുക്കണം. യെസ് മാഡം. നമ്മള് പെട്ടെന്ന് ചെക്കിംഗ് തുടങ്ങിയത് കാരണം അവൾ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ചെക്കിംഗ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല മാഡം. മഹിമ രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്. അവൾ പീതാംബരന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവൾക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കണം. അവൾ ഒളിച്ചോടാനല്ല ജയിലിൽ ചാടിയത്. ഒരു തുറന്ന യുദ്ധം നടത്താൻ വേണ്ടിയാ. അവള് നടത്തുന്ന ഈ യുദ്ധം ഈ ഡിപ്പാർട്ട്മെന്റിനോടും കൂടെയാണ്. അവളുടെ മുന്നിൽ ഡിപ്പാർട്ട്മെന്റ് തോൽക്കാൻ പാടില്ല. എന്ത് വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും മഹിമയെ അറസ്റ്റ് ചെയ്യണം. മഹിമയെ തടയാൻ ശ്രമിച്ചപ്പോ അടികൊണ്ട് അവശനായി അഭി ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലുണ്ട്. നിങ്ങൾ പോയി അവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക.